നമുക്ക് നിധിയുടെ സുധീഷിന്റെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേട്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആഴ്ചയുടെ അവസാനം പിറ്റേ ആഴ്ചത്തെ കഥ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണം. പിന്നെ കുറച്ചു പേരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അരവിന്ദന്റെ മക്കളുടെയും വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാവുന്ന. അപ്പൊ ആ കഥകളൊക്കെ ഞാൻ എൻ്റെ മാമ്പഴം എന്ന ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കാണാനായിട്ട് താല്പര്യമുള്ളവർ ആ ചാനലിൽ കയറി സെർച്ച് ചെയ്താൽ മതിയേ. അങ്ങനെ നമ്മൾ കാണാനായിട്ട് പോകുന്ന ഒടുവിൽ സുഭാഷ് തനിക്ക് കവിതയായിട്ടുള്ള വിവാഹമൊക്കെ വേണ്ടെന്ന് പറഞ്ഞു. കാരണം സുഭാഷിന് മനസ്സിലായി താൻ വേറെ വീട് മാറി താമസിക്കണമെന്ന്. അതൊരിക്കലും സുഭാഷിന് സമ്മതമായിരുന്നില്ല. എങ്ങനെ സമ്മതിക്കും? സുഭാഷ് തന്റെ അനുജന്മാരെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ സുഭാഷിന് മാറി താമസിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വിവാഹം മുടങ്ങി കഴിഞ്ഞപ്പോൾ നികേഷിന് സന്തോഷമായി. ഇനി സുഭാഷ് ചേട്ടൻ മാറി താമസിക്കത്തില്ലോ. പക്ഷെ ഇതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ഇനിയിപ്പോൾ നിധിക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സുഭാഷ് ചേട്ടൻ വന്ന നല്ലൊരു ആലോചന. അപ്പം അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് അവര് ആ സിറ്റ് ഔട്ടിൻ്റെ അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് മോളിൽ നിന്ന് ഒരു ഓട് താഴേക്ക് വീണ് പൊട്ടുന്നത്. ഒരു നിമിഷം ഞെട്ടിപ്പോയി. നിധി അങ്ങോട്ടേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്താണ് താഴേക്ക് വീണ് പൊട്ടുന്നത്. അപ്പോഴേക്കും ഭാസ്കരനൊക്കെ അകത്തുനിന്ന് ഓടി വന്നു. എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. ആ സമയം ഓട് താഴെ കിടക്കുകയാണ്. ഇതെങ്ങനെ താഴെ വീണെന്ന് ചോദിച്ചു. സുഭാഷ് വന്നിട്ട് പറഞ്ഞു, അല്ല നിധി, നിനക്ക് പ്രശ്നമൊന്നും സംഭവിച്ചില്ലോ എന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, ഇത്തിരി എങ്ങാനൊന്നും വൈകിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നിധിയുടെ തലേ വീണേനം. എന്ത് ചെയ്യാനാന്ന് പറ. അപ്പോഴേക്കും നിധി പറഞ്ഞു, എനിക്ക് അറിയത്തില്ലാണ്ട് ചോദിക്കുക, നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉണ്ടായിട്ട് ഈ വീട് ഇങ്ങനെ കിടന്നിട്ട് നിങ്ങൾക്ക് ആർക്കും ഇതൊന്നും ശരിയാക്കണം തോന്നില്ലേ? ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഈ വീടൊന്ന് തേച്ച് പെറുക്കിയെടുത്ത ഒന്ന് വൃത്തിയാക്കാൻ മേലെന്നൊക്കെ ചോദിച്ച് കുറ്റപ്പെടുത്തുവാണ്. അപ്പോഴാണ് സുധീഷ് പറയണേ, ഞങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പലപ്പോഴും ഞങ്ങൾ ശ്രമിച്ച, പക്ഷെ ഇത് കേസിൽ കിടക്കുന്ന വീടാന്ന് പറഞ്ഞു. നിധിക്കൊന്നും മനസ്സിലായില്ല. കേസിൽ കിടക്കുന്ന വീടോ? അതെ, കേസിൽ കിടക്കുന്ന വീടാന്ന് പറഞ്ഞു. അപ്പോഴാണ് സുഭാഷ് പറയണേ, അതെ, വല്യച്ഛനും അമ്മായും കൂടെ കൊണ്ട് കേസ് കൊടുത്തിരിക്കുക ഇതിന്റെ പേരിൽ. അപ്പൊ ഇവിടെ ഞങ്ങൾ എന്ത് പണി ചെയ്യാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിലും അപ്പൊ അവര് പോലീസിനെ വിളിച്ചോണ്ട് വരും. കേസിൽ കിടക്കുന്ന വീടായതുകൊണ്ട് പോലീസുകാർ പറയും സ്റ്റേ ഓർഡർ ഉള്ളതുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ഞങ്ങൾ പലപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ട്. നികേഷ് പറഞ്ഞു, അതെ, സുഭാഷേന്റെ കല്യാണമൊക്കെ അടുത്ത് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ചക്കൻ വീട് കാണാൻ വരുന്ന സമയത്ത് ഞങ്ങളത് മാക്സിമം ഒന്ന് റെഡിയാക്കാൻ നോക്കാറുണ്ട്. പക്ഷെ എന്തേലും ഒന്ന് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും അവർ വന്ന് വിലക്കൂന്ന് പറയണം. അല്ല, ഇത് നിങ്ങളുടെ സ്വന്തം വീടല്ലേന്ന് ചോദിച്ചു. സുഭാഷ് പറഞ്ഞു, അതെ, പിന്നെ എന്തിനാ അവര് കൊണ്ടേ കേസ് കൊടുത്തിരിക്കുന്നത്? നമ്മുടെ സ്വന്തം വീട് നമുക്ക് എന്ത് വേണം ചെയ്യാലോ, അവർക്കത് എതിർക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും അറിയില്ല, പക്ഷെ അവർ കേസുണ്ടെന്നാ പറയണേ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്കൊന്നും ഇത്തെ പണിയാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചിട്ടില്ലേന്ന് ചോദിച്ചു. നിങ്ങൾ ആരെങ്കിലും ഈ കേസിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? കോടതിയിൽ പോയിട്ടുണ്ടോ? വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ നിങ്ങൾ അവരും പറയുന്ന അത് വിശ്വസിച്ച് ഇങ്ങനെ ഇരിക്കുവാണെന്ന് ചോദിച്ചു. അത് പിന്നെ കേസുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തവണ എന്തോ ഒരു പേപ്പർ കൊണ്ട് കാണിച്ചു. പിന്നെ ഞങ്ങൾ പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും തുടങ്ങുന്ന സമയത്ത് അവർ വരുന്നതുകൊണ്ട് പിന്നെ ഞങ്ങളൊന്നും ചെയ്യാനും പോകത്തില്ല എന്ന് പറഞ്ഞു. അല്ല, നിങ്ങളുടെ വീടല്ലേ, നിങ്ങളുടെ അച്ഛൻ്റെ പേര് കിടക്കുന്നതല്ലേ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് ഭാസ്കരനോട് നിധി ചോദിക്കുന്നത്, അല്ലച്ചാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അച്ഛൻ്റെ പേരിലല്ലേ ഈ വീടെന്ന് ചോദിച്ചു. ഭാസ്കരൻ പറഞ്ഞു, അത് പിന്നെ എൻ്റെ പേരിലേക്ക് എഴുതി തന്നിട്ടൊന്നുമില്ല. എഴുതി തന്നിട്ടില്ലാന്നോ? പിന്നെങ്ങനെ? അപ്പം സുഭാഷേണ്ണൊക്കെ പറഞ്ഞല്ലോ അച്ഛൻ്റെ പേരിലെന്ന്. അത് എൻ്റെ അച്ഛനുണ്ടല്ലോ, വിൽപ്പത്രം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്നത് ഇന്ന ആൾക്കെന്ന് പറഞ്ഞുകൊണ്ട്. ആ പ്രകാരം എനിക്കുള്ളതാണ് ഈ വീടെന്ന് പറഞ്ഞു. അല്ല, ആ വിൽപ്പത്രം നിങ്ങളാരും കണ്ടിട്ടുണ്ടോ? അത് കേട്ടപ്പോൾ സുധീഷോട്, ഞാൻ കണ്ടിട്ടില്ല സുഭാഷ്, അവരാരും കണ്ടിട്ടുമില്ല. ഭാസ്കരനോട് ചോദിച്ചു, അത് എവിടെയാന്ന് ചോദിച്ചു. അത് എവിടെയാന്ന് ചോദിച്ചാൽ ഇപ്പൊ എവിടെയാ? എവിടെയോ ഉണ്ട്, പക്ഷെ എവിടെയാന്ന് ഭാസ്കരൻ കൃത്യമായിട്ട് ഓർമ്മയും കാര്യങ്ങളൊന്നുമില്ല. അതും പറഞ്ഞ് ഭാസ്കരൻ കയറിപ്പോയി. നിധിക്കാണ് ആകെപ്പാടെ ദേഷ്യ സങ്കടം വന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് നോക്കാൻ മേലായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നിധി കുറച്ച് ദേഷ്യപ്പെട്ടു. അങ്ങനെ അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞുപോയി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ നിധിയോട് വന്നിട്ട് സുധീഷോട്, നമുക്ക് പുറത്ത് വരെ പോകാമെന്ന് പറഞ്ഞു. പുറത്ത് എന്തിനാന്ന് ചോദിച്ചു. ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, ഞാൻ വരുന്നില്ല. അതെ, സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ വിളിച്ചോണ്ട് പോകാനല്ലേ, എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, വിളിച്ചല്ലേ, പോയിട്ട് വരാൻ പറഞ്ഞു. സുധീഷ് പറഞ്ഞു, പൊന്നും മനസ്സുണ്ടോ വന്നാൽ മതി, സർപ്രൈസ് എന്ന് പറഞ്ഞ് സർപ്രൈസ് തന്നെയാന്ന് പറഞ്ഞു. ഒടുവില് നിധി പറഞ്ഞു, ശരി വരാന്ന് പറഞ്ഞു. അങ്ങനെ നിധിയെ കൂട്ടിക്കൊണ്ട് സുധീഷ് നേരെ പോകുന്നു യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പം യൂണിവേഴ്സിറ്റിയിൽ സുധീഷിനെ അറിയാവുന്ന സുധീഷിന് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. സുധീഷ് അവരെ കൊണ്ട് പലപ്പോഴും ഓട്ടോ ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ചേച്ചി ഉണ്ടായിരുന്നു.
അങ്ങനെ യൂണിവേഴ്സിറ്റിയിലേക്ക് ചെല്ലുന്ന സമയത്ത് നിധിക്ക് ഭയങ്കര വിഷമമായി. കാരണം തൻ്റെ സർട്ടിഫിക്കറ്റ് മിസ്സായ കാര്യം. തനിക്ക് ഒരു പക്ഷേങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയാനോ അതിന് വേണ്ടിയിട്ട് താൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കണം. എന്നാലോ തനിക്ക് ഇനിയിപ്പോൾ അതൊക്കെ കിട്ടുള്ളൂ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു നിധിയുടെ മനസ്സിൽ. പിന്നീട് നിധി പറഞ്ഞു, അല്ല നമ്മൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചു. അതൊക്കെയുണ്ട്, നിന്റെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അതെങ്ങനെ ശരിയാ സുധീഷേ? സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈൻ്റ് ഒക്കെ കൊടുക്കണ്ടേ? അതെ, ഇപ്പം തൽക്കാലത്തേക്ക് അതൊന്നും വേണ്ട. എൻ്റെ പരിചയത്തിലുള്ളൊരു ചേച്ചിയുണ്ട്, ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ നിധി ചോദിച്ചു, ഇതൊക്കെ ഉള്ളതാണോ അതോ എല്ലാ തവണ സുധീഷിനെ പറ്റിക്കുന്ന പോലെയാണെന്ന് ചോദിച്ചു. അല്ലാന്ന് പറഞ്ഞു. അങ്ങനെ സുധീഷ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് സുധീഷിന് പരിചയമുള്ള ആ ചേച്ചിയുടെ ക്യാബിനിലേക്കാണ് ചെല്ലുവാണ്. എന്നിട്ട് പറഞ്ഞു, അതെ ഇത് നിധി, എൻ്റെ ഭാര്യ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഓ മനസ്സിലായി. പിന്നീട് വന്ന് നിധിയോട് പറഞ്ഞു, അതെ ഞാനൊരു ആപ്ലിക്കേഷൻ തരാം, അത് ഫില്ല് ചെയ്ത് തന്നാൽ മതി. അപ്പോൾ അതിൻ്റെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളും പഠിച്ച് ഇയർ ഏതാന്ന് ചോദിച്ചു. അപ്പോൾ ഈ വർഷമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കൂടുതൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണം, ആ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് തരാനായിട്ട് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിധിക്ക് സന്തോഷമായി. അങ്ങനെയാണെങ്കിൽ തനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ. കൂടിപ്പോയ 2 ആഴ്ച അതിനുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. നിധിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം നിധിയാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടതാണ്. പക്ഷെ അത് കിട്ടിയില്ല. പക്ഷെ ഇപ്പോൾ സുധീഷ് കാരണമാണ് നിധിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്നത്. പിന്നീട് നിധി പറഞ്ഞു, ശരി അപ്പോഴേക്കും വരുമ്പോൾ ഞാൻ ഫോം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ സുധീഷ് എന്നിട്ട് ഒത്തിരി നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നന്ദി പറഞ്ഞ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമോ. അങ്ങനെ സംസാരിച്ച് ചിരിക്കുന്നതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ നിധി ഇങ്ങനെ നോക്കി. സുധീഷ് ഷർട്ടിൻ്റെ 1-2 ബട്ടണൊക്കെ ഇങ്ങനെ ഇടാതെ ഇങ്ങനെ തുറന്നിട്ടിരിക്കുമായിരുന്നു. നിൽക്കുന്ന നിപ്പ് കണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ നിധി മനസ്സിൽ പറയാണ്. ആ സമയം സുധീഷ് ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നിധി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട്. ഓ താനിപ്പോൾ ഇവരോട് സംസാരിക്കുന്ന അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നേ. അസൂയ, കൊള്ളാം. അതുകൊണ്ട് സുധീഷ് എന്ത് ചെയ്തു, ഇത്തിരി സമയം കൂടെ അവരോട് സംസാരിക്കുന്നുണ്ട്. പിന്നീട് അവർ കൊടുന്ന് ഫോമൊക്കെ കൊടുത്ത് അതൊക്കെ ഫില്ല് ചെയ്ത് അവരുടെ കൊടുത്തു. അങ്ങനെ നന്ദിയൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നിധി കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒന്നുമല്ലെങ്കിലും യൂണിവേഴ്സിറ്റി ജോലിയുള്ള ഒരു ജീവനക്കാരിയല്ലേ അവരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഇച്ചിരി ഡീസൻ്റ് ഒക്കെ ആയിട്ട് വേണ്ടേ സംസാരിക്കാൻ. എന്താ ഞാൻ ഡീസൻ്റ് ആയിട്ടല്ലേ സംസാരിച്ചതെന്നൊക്കെ സുധീഷ് ചോദിക്കുന്നുണ്ട്. പിന്നെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഒക്കെ ഊരിയിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ ഒരുമാതിരി റൗഡികളെ പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സുധീഷിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. സുധീഷ് പറഞ്ഞു, അതെ ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഇങ്ങനെയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിധി സുധീഷിനോട് ദേഷ്യപ്പെടുവാണ്. അതേ സമയത്ത് കടയിലേക്ക് ഹരീഷിൻ്റെ കടയിലേക്ക് നീതു വരുന്നുണ്ട്. അങ്ങനെ നീതു വന്നിങ്ങനെ സംസാരിക്കണ സമയത്ത് ഹരീഷ് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഹരീഷിൻ്റെ മനസ്സിൽ സുഭാഷിൻ്റെ കല്യാണത്തെക്കുറിച്ചായിരുന്നു. ഈ കല്യാണവും മുടങ്ങിപ്പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സുഭാഷ് ചേട്ടന് തങ്ങളെ ആരും വിട്ടുപിരിഞ്ഞു പോകാൻ താല്പര്യമില്ല. പാവം, എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ സുഭാഷ് ചേട്ടൻ നല്ലൊരു ആലോചന വരണം, അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് നീതുവും ചന്തുവും കൂടെ സംസാരിക്കുകയാണ്. അപ്പം നീതു പറഞ്ഞു, അതെ എത്ര നാളായി ഹരീഷ് ചേട്ടാ ഞാനിങ്ങനെ പിന്നാലെ നടക്കണേ. ഇനിയിപ്പം കുറേ കാലം കഴിഞ്ഞാലെങ്കിലും എൻ്റെ കഴുത്തിലൊരു താലി ആർത്തോന്നൊക്കെ ചോദിച്ചു. അത് കേട്ടതും ഹരീഷ് ഒന്ന് നീതുവിനെ നോക്കി. നീതു പറഞ്ഞു, ഞാൻ വീട്ടിൽ സംസാരിച്ച് അനുമതിയൊക്കെ മേടിച്ചോളാം, ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ചന്തു പറഞ്ഞു, അങ്ങനെ മേടിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ഹരീഷയുടെ സമ്മതിക്കണ്ടേ, ഹരീഷയുടെ സമ്മതം ഉണ്ടായിട്ടല്ല കാര്യമുള്ളെന്ന് പറഞ്ഞു. നീതു പറഞ്ഞു, അതൊക്കെ ഞാൻ വാങ്ങിച്ചെടുക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഹരീഷ് ചോദിച്ചു, അല്ല നീതു നിനക്ക് വീട്ടിൽ വന്ന് താമസിക്കാൻ താല്പര്യമാണോന്ന് ചോദിച്ചു. അതെന്താ അങ്ങനെ ഒരു ചോദ്യം? അല്ല എൻ്റെ വീട് ഇഷ്ടമാണോ, എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു. ഇതെന്ത് ചോദ്യമാണ്? എനിക്കിഷ്ടമാണ് ഹരീഷൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ, എനിക്ക് 100 വട്ടം സമ്മതമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹരീഷ് പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ സുഭാഷ് എന്നെ വിവാഹം കഴിക്കാമെന്ന് ചോദിച്ചു. നീതുവിന് ഭ്രാന്തിളകുന്ന പോലെ തോന്നി. ചന്തു ഒരു അത്ഭുതത്തോടെ നോക്കുവാണ് ഹരീഷിനെ. എന്താ ഹരീഷ പറഞ്ഞേ? അല്ല സുഭാഷ് എന്നെ വിവാഹം കഴിക്കാവോന്നേ. ഇത് കേട്ടപ്പോൾ നീതു പറഞ്ഞു, എന്നെക്കുറിച്ച് എന്താ ഹരീഷ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നേ? കല്യാണം കഴിക്കാനായിട്ട് മുട്ടി നടക്കുമെന്നോ? ദേ ഒരുമാതിരി വർത്താനം പറഞ്ഞുണ്ടല്ലോ. ഹരീഷ് ആയതുകൊണ്ട് ഞാനിത് കൂടുതലൊന്നും പറയുന്നില്ല. ഇത്രയെങ്കിലും നാണോണ്ട് നിങ്ങളിങ്ങനെ പറയുമോ? നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ ചേട്ടനെ അല്ല, അത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം. പിന്നെ അന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ സ്നേഹിച്ചതിൻ്റെ പേരിൽ എനിക്ക് ആരെങ്കിലും പോയി കല്യാണം കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. വായി വന്നെല്ലാം വിളിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ട് പോവാണ്. ആ സമയത്ത് ചന്തു പറഞ്ഞു, എന്നാലും എൻ്റെ ഹരീഷ് ചേട്ടാ ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല, ഇത് കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്തുവും പറയുന്നുണ്ട്. ഹരീഷിന് തോന്നി, താൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, പറഞ്ഞ് ഇത്തിരി കൂടിപ്പോയതൊരു സംശയം. ആ സമയം സുധീഷും നിധിയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, ഇത്രയും വലിയ കാര്യമൊക്കെ ചെയ്തു തന്നിട്ട് എനിക്കൊരു ട്രീറ്റ് പോലും തന്നില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ നിധി പറഞ്ഞ് കാർ നിർത്താൻ പറഞ്ഞു. കാർ നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും നിധി ഓടിപ്പോയി അവിടുത്തെ ഒരു കടയിൽ നിന്ന് 2 ഐസ്ക്രീം മേടിക്കണം. വലിയ കഥയായിപ്പോയി. ഒരു 2 ഐസ്ക്രീം മേടിച്ച് തന്നിരിക്കുന്നു. 40 രൂപയുടെ ഐസ്ക്രീമേ തീർത്തല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുധീഷ്
കളിയാക്കുന്നുണ്ട്. നിധി പറഞ്ഞു തൽക്കാലത്തേക്ക് ഇപ്പം ഇത്ര മതി, പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടട്ടെ അപ്പം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സുഭാഷ് ആഹാരമൊക്കെ എടുത്ത് കഴിക്കാൻ കൊടുക്കുകയാണ്. ആ സമയത്താണ് നീതു സങ്കടപ്പെട്ട് അങ്ങോട്ട് വരുന്നത്. നീതു വന്നിട്ട് ഭയങ്കര സങ്കടത്തോടൊരു കാര്യം പറയാണ്. ഞാൻ ഹരീഷിൻ്റെ അടുത്ത് കടയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പൊക്കെ പോകുന്ന സമയത്ത് ഹരീഷ് ഓരോന്നൊക്കെ എന്നോട് പറയും, പക്ഷെ അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കാറില്ല. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ സുഭാഷിയോടും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഹരീഷ് എന്നോട് മിണ്ടാൻ കൂട്ടാക്കുന്നില്ല എന്നൊക്കെ. ആ സമയത്ത് സുഭാഷേട്ടൻ എന്താ പറയാനുള്ളത്? അല്ല, അവൻ്റെ വിഷമം കാരണമായിരിക്കും ചിലപ്പം. അവന് ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ സങ്കടം കാണുമായിരിക്കും. പിന്നെ അവൻ്റെ സ്വഭാവം അങ്ങനെയാന്നൊക്കെ. പക്ഷെ ഇന്ന് എന്നോട് പറഞ്ഞ വാചകം ഉണ്ടല്ലോ, അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമല്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് ചോദിച്ചു, അല്ല എന്താ നീതു, എന്താ എന്ന് ഹരീഷേട്ടൻ പറഞ്ഞതെന്ന് ചോദിച്ചു. ഒരിക്കലും ഹരീഷെന്ന് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ നിധി ചോദിച്ചു, കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് കാര്യം പറയണം. എന്നോട് സുഭാഷേട്ടനുമായിട്ടുള്ള വിവാഹം, സുഭാഷേട്ടന് ഞാനും കൂടെ കല്യാണം നടത്തി തരാമെന്ന്, എൻ്റെ സുഭാഷേട്ടൻ കല്യാണം താല്പര്യം ഉണ്ടോയെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം നികേഷ് ഒന്ന് നോക്കി. പിന്നീട് നികേഷ് സുധീഷും കൂടെ അവിടെ കിടന്ന് ഭയങ്കര ചിരിയിരിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിധിക്കും ചിരി വന്നു. നീത് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ചിരിക്കാം, പക്ഷെ എൻ്റെ അവസ്ഥ എനിക്കും അറിയുള്ളൂ പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, ചിലപ്പം നീ കേട്ടൻ്റെ ആയിരിക്കും, അവൻ അങ്ങനെയൊന്നും ആയിരിക്കില്ല പറഞ്ഞ്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറം. എന്താ ഹരീഷ് എന്നെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്ത പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നികേഷ് പറഞ്ഞു, ഈ ഹരീഷേൻ്റെ ഒരു കാര്യം, ഇതുപോലെ ഒരു ബുദ്ധിയില്ലാത്ത ആളായി പോയില്ലെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹരീഷ് അങ്ങോട്ട് വന്നു. ഹരീഷ് വന്നു കഴിഞ്ഞപ്പോൾ ഹരീഷിനെ കളിയാക്കി നികേഷ് സുധീഷും ഒക്കെ ചിരിച്ചു. ഹരീഷിന് വിഷമമായി കഴിഞ്ഞപ്പോൾ ഹരീഷ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ സമയം നിധിക്ക് ഭയങ്കര വിഷമായി. നിധി എന്നിട്ട് പറഞ്ഞു, വാ ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു. വേണ്ടാന്നും പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നീട് ഹരീഷിനോട് പറഞ്ഞു, അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു നീതുവിനോട്. ഒന്നുമില്ലല്ലോ, അവള് എത്രയത് സ്നേഹിക്കുന്ന ഉള്ള പെൺകുട്ടിയല്ലേ, ഹരീഷിനെ സ്നേഹിക്കുന്നില്ലേ? ഇപ്പം ഹരീഷ് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് വെച്ചോ. അപ്പം നീതു പറയാ, എനിക്ക് വേണ്ട, എൻ്റെ ചേച്ചിനെ കല്യാണം കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരീഷിന് സഹിക്കുമോ? അപ്പം അതുപോലെ നീതുവിന് വിഷമം വന്നു. അതല്ലേ, ഇനി കാണുമ്പോൾ ഒരു സോറിയൊക്കെ പറയണം, പാവത്തിന് നല്ല സങ്കടമായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒടുവിൽ അങ്ങനെ നികേഷിനെ കൂട്ടിക്കൊണ്ടും കൂടി വരുവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം പിന്നീട് അകത്ത് വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞെല്ലാം സംസാരിച്ച് സെറ്റായി. അതിനുശേഷം നിധി പറഞ്ഞു, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ആരും ഹരീഷിനെ ചീത്ത വരും പറയണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഹരീഷിന് തോന്നി ഒരു സോറ് പറയണമെന്ന് നീതുവിനോട്. അങ്ങനെ സോറ് പറയാനായിട്ട് നീതുവിൻ്റെ വീടിൻ്റെ അവിടെ പോയി കാത്തു നിൽക്കുകയാണ്. ആ സമയം കഷ്ടകാലം പിടിക്കാൻ സുധീഷ് അതിലൂടെ വരുന്നത്. സുധീഷ് വന്നു കഴിഞ്ഞപ്പോൾ നീതുവിൻ്റെ വീടിൻ്റെ അവിടെ പാത്തും പതുങ്ങി ഹരീഷ് നിൽക്കുന്നു. ഇതെന്തായാലും ഇവിടെ നിൽക്കണമെന്നൊക്കെ ആലോചിച്ചു. എന്തായാലും ഒരു കാര്യം കാണുമല്ലോ, നീതുവിനെ കാണാൻ വേണ്ടി വന്നാണോ? ഹരീഷിനെ കൈയോട് പോയി പൊക്കുവാണ്. ഹരീഷ് പറഞ്ഞു, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. ഏത് ഫ്രണ്ട്? 2-3 ഫ്രണ്ട്സിൻ്റെ പേര് പറഞ്ഞു. അവരൊന്നും അല്ലാന്ന് പറഞ്ഞു. പിന്നെ ഏതാ? നീതുവിനെ കാണാനാണോ എന്ന് ചോദിച്ചു. പിന്നെ നീതുവിനെ കാണാനൊന്നും അല്ല, നീ നിന്റെ പാട് നോക്കി പാടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരീഷിനോട് കുറേ സുധീഷിനോട് കുറേ ചീത്ത പറയുന്നുണ്ട്. ഒടുവിൽ സുധീഷ് പറഞ്ഞു, ശരി ഞാൻ പോയേക്കാന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് അങ്ങോട്ട് മാറിപ്പോയിട്ട് അവിടെ മറിഞ്ഞു നിൽക്കുകയാണ്. ഒന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം നോർത്ത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നീതു പുറത്തേക്ക് വരുന്ന സമയത്ത് ഹരീഷ് അങ്ങോട്ട് ചെല്ലുന്നത്. ഹരീഷ് എന്നിട്ടോട് നീതു സോറി കേട്ടോ, അതെ അപ്പോഴത്തെ ആ ഒരു ഇതിൽ ഞാനങ്ങോട്ട് പറഞ്ഞു പോയതെന്നൊക്കെ പറഞ്ഞു. നീതു കുറേ ചീത്ത പറഞ്ഞു. ഹരീഷിനാണ് ആകെപ്പാടൊരു നാണക്കേട് തോന്നി. വീണ്ടും നീതു എന്ന് വിളിച്ചുകൊണ്ട് എന്തെങ്കിലും നീതു മൈൻഡ് ചെയ്തു പോലുമില്ല. ഹരീഷ് നാണം കിട്ടി തിരികെ വരുമ്പോഴത്തേനും സുധീഷ് പറഞ്ഞു, അപ്പം ഇതായിരുന്നല്ലേ, ഇത് തന്നെയല്ലേ ഞാൻ മുമ്പേ ചോദിച്ചേ നീതുവിനെ കാണാനാണെന്ന്, അപ്പം നീ എന്താ പറഞ്ഞേ? അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹരീഷ് പറഞ്ഞു, നീ ഒന്ന് പോകുന്നുണ്ടോ, മനുഷ്യൻ ഒരു സമാധാനം ഇല്ലാതിരിക്കുന്ന സമയമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോയി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം നികേഷും നിധിയും കൂടെ പുറത്തു പോയിട്ട് വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ അവരുടെ കയ്യിലൊരു കവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ കവറ് സുഭാഷിന് കൊടുക്കണം. അപ്പോൾ സുഭാഷ് ചോദിച്ചു, അല്ല ഇതെന്താ മോളെന്ന് ചോദിച്ചു. അതെ തുറന്നു നോക്കാൻ പറഞ്ഞു. സുഭാഷ് തുറന്നു നോക്കി. എന്താണെന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. ആ സുധീഷ് പറഞ്ഞു, ഇതെനിക്ക് മനസ്സിലായി, ഇൻഡക്ഷൻ കുക്കറല്ലേ, കറണ്ട് അടുപ്പല്ലേന്ന് ചോദിച്ചു. മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഹരീഷ് ചോദിച്ചു, ഇൻഡക്ഷൻ കുക്കർ ഇതെന്തിനാ? അല്ല ഇനിയിപ്പോൾ ഗ്യാസ് തീർന്ന് പോയെങ്കിലുവേ കറണ്ട് ഉണ്ടെങ്കിൽ ഇത്ത വെച്ച് പാചകം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം കാര്യങ്ങളൊക്കെ എളുപ്പമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഹരീഷ് ചോദിക്കണം. എടാ നീ ഈ വർക്ക്ഷോപ്പിലൊക്കെ പോയിട്ട് നിനക്ക് ഇന്നൊക്കെ ഒന്നും അറിയത്തില്ലെന്ന് ചോദിച്ചു. സുഭാഷിനും കാര്യമായിട്ടൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. നിധി പറഞ്ഞു, അതെ ഇതാകുമ്പോൾ പിന്നെ എളുപ്പമുണ്ട്, ഇനിയിപ്പം ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോയാലും പ്രശ്നമില്ല. കഴിഞ്ഞ ദിവസം ഗ്യാസ് തീർന്നു പോയി കഴിഞ്ഞപ്പോഴത്തേനും പുറത്ത് വിറകടുപ്പിൽ പോയി ഉണ്ടാക്കേണ്ടി വന്നില്ലേ ആഹാരമൊക്കെ, അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചതെന്ന് പറഞ്ഞു.
പിന്നീട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ മുകളിൽ വെക്കാൻ ഒരു പാത്രം എടുത്തുകൊണ്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് സുഭാഷ് പറഞ്ഞ അല്ല ഇതിന് മുകളിൽ വെക്കാൻ പറ്റുന്ന പാത്രമൊന്നും വീട്ടിലില്ലാന്ന്. ഒടുവ് നികേഷ് പറഞ്ഞു ഒരു പാത്രമുണ്ട് ഞാൻ പോയി നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അത് എടുത്തുകൊണ്ട് വരിക. അത് പക്ഷെ അത് പാകമല്ലായിരുന്നു. നിധി പറഞ്ഞു അതിൻ്റെ കാര്യം ഞാൻ ഓർത്തില്ല, നാളെ ആയിട്ട് നമുക്ക് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു അതെ വീടിൻ്റെ മച്ചുംപുറത്ത് കുറച്ച് പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പഴയ പാത്രങ്ങളൊക്കെ കുറേയെല്ലാം കെട്ടിപ്പെറുക്കി വെച്ചിട്ടുണ്ട്, അതിനകത്ത് ചിലപ്പോൾ കാണും, അങ്ങനെയാണെങ്കിൽ അതിനകത്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, അതിനകത്ത് പാത്രങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി കുറേ കെട്ടും കടാരമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് അവിടെ വെച്ച് ഇവർ നോക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സുധീഷ് ഹരീഷും ഒക്കെ കുഞ്ഞുനാളിലെ കൊണ്ടേ ഭാഗം കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട ഇപ്പം നിധിക്ക് അത്ഭുതമാണ്. സുഭാഷ് അതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സുഭാഷ് പറയുകയും ചെയ്തു ഇത് ആദ്യമായിട്ട് സുധീഷ് സ്കൂളിൽ കൊണ്ടുപോയത്, പിന്നീട് അത് ഹരീഷിന് കൊടുത്തെന്ന് പറഞ്ഞു. അത് മേടിച്ച് നികേഷ് നോക്കണം, എന്നിട്ട് ഇതെന്താ കളയാത്തെ, അല്ല നിനക്ക് പിന്നെ ഉപയോഗിക്കാമെന്ന് കരുതി, പിന്നെ കുറച്ച് പൈസ ആ സമയത്ത് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് നിനക്ക് പുതിയത് വാങ്ങിയെന്ന് പറഞ്ഞു. എൻ്റെ പൊന്ന് സുഭാഷേട്ടാ ഈ കീറിയ ബാഹികായിരുന്നോ എനിക്ക് തരാൻ ഒരുങ്ങുന്നതെന്നൊക്കെ പറഞ്ഞു. അതിനകത്ത് കുറേ പാത്രങ്ങളൊക്കെ നോക്കിയപ്പോൾ അതൊന്നും നല്ല പാത്രങ്ങളായിരുന്നില്ല, ഇതെല്ലാം പുറത്തു കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു. അങ്ങനെ അതെല്ലാം കൂടെ പുറത്തു കൊണ്ടുപോയി നികേഷ് വെച്ചു. പിന്നെ ഒരു പെട്ടി ഉണ്ടായിരുന്നു അവിടെ, ആ പെട്ടിക്കകത്ത് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നികേഷും നിധിയും കൂടെ നോക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷും സുധീഷും ഹരീഷും ഒക്കെ നിൽക്കുന്ന ഫോട്ടോ, അമ്മയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോസ് ഉണ്ട്. പക്ഷെ അതിനകത്ത് മാത്രം നികേഷ് ഇല്ല. അതുപോലെ തന്നെ ഭാസ്കരനുമായിട്ട് നിൽക്കുന്നതൊക്കെ ഉണ്ട്. പിന്നെ സുഭാഷിനെ അമ്മ എടുത്തുകൊണ്ട് നിൽക്കുന്നു, സുധീഷിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷെ നികേഷിനെ മാത്രം അമ്മ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ഇല്ല. ഇതെന്താ സുഭാഷ് ചേട്ടാ എന്നെ മാത്രം എടുത്തുകൊണ്ട് നിൽക്കാത്തെന്ന് ചോദിച്ചു. ഞാൻ ഈ ഫോട്ടോയ്ക്കകത്തൊന്നും കാണുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ടതും സുഭാഷ് ആകെപ്പാട്ടൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. സുഭാഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സുധീഷ് ഹരീഷും പരസ്പരം നോക്കണം. സുധീഷ് പെട്ടെന്ന് പറഞ്ഞു അത് പിന്നെ നീ അന്ന് കുഞ്ഞായിരുന്നല്ലോ, നീ തൊട്ടിലെങ്ങാണ്ട് ഉറങ്ങുന്ന സമയത്തെടുത്ത ഫോട്ടോയൊക്കെയാന്ന് പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ അങ്ങോട്ട് കയറി വന്നു. ഭാസ്കരൻ വന്നു കഴിഞ്ഞപ്പോൾ നിധി പറഞ്ഞു ഇതേ അച്ഛൻ ചെറുപ്പത്തിൽ നല്ല സുന്ദരനായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. കാണിച്ചേ ഫോട്ടോ ഒന്ന് കാണിച്ചേ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അത് നോക്കുവാണ്. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു ഫോട്ടോയെ കണ്ടത് മതി, അതെല്ലാം എടുത്തു വെക്ക് ഇതേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. ആ സമയം നികേഷ് പറഞ്ഞു വേണ്ട വേണ്ട എനിക്ക് ഫോട്ടോസ് കുറച്ചുകൂടെ കാണാനുണ്ട്, ഇതിനകത്ത് ഇനിയും ഫോട്ടോസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ സമ്മതിക്കുന്നില്ല. അപ്പോഴേക്കും സുധീഷും ഹരീഷും പറഞ്ഞു ശരിയാ ഫോട്ടോയെ കണ്ടത് മതി, അവർക്ക് ആകെപ്പെട്ടൊരു വെപ്രാളമായിരുന്നു, ഇനി എല്ലാം എടുത്തു വെക്കാൻ പറഞ്ഞു. ആ സമയം ഭാസ്കർ പറഞ്ഞു ആ ഫോട്ടോ എന്താണെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അതെ ഇനിയിപ്പോൾ ഒരു ഫോട്ടോയെ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് ഹരീഷ്. ഒടുവിൽ നികേഷ് ആ ഒരു ഫോട്ടോ കാണുന്നേ, പരിചയമില്ലാത്തൊരു സ്ത്രീയുടെ ഫോട്ടോ കണ്ടു. ഇതാരാ, ഇതെന്തിനാ ഇതിനകത്ത് എടുത്ത് വെച്ചേക്കണെന്ന് ചോദിച്ചു. അതൊന്നും ഇല്ലടാ നീ അതവിടെ വെക്കെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നികേഷ് ചോദിച്ചു അല്ല ഈ സ്ത്രീ ഏതാ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുഭാഷ് പറഞ്ഞു അല്ല അത് പിന്നെ. അപ്പോഴേക്കും സുധീഷ് ഒരു കള്ളത്തരം പറഞ്ഞു. സുധീഷ് പറഞ്ഞു അതെ നമ്മുടെ അമ്മയുടെ അനുജിത്തിയാന്ന് പറഞ്ഞു. അമ്മയുടെ അനുജിത്തിയോ? അതെ, പക്ഷെ ഇവരെ കണ്ടിട്ടേ ഇല്ല ഇതിനു മുമ്പ്. അത് നീ കാണാത്ത, അവരിപ്പായിട്ട് നമ്മൾ അത്ര ചേർച്ചലൊന്നുമല്ല, അവരുമായിട്ട് വഴക്ക, അതുകൊണ്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാത്തതെന്ന് പറഞ്ഞു. അല്ല ഇവരെ കുറിച്ചൊന്നും പറഞ്ഞു പോലും കേട്ടിട്ടില്ലോ എന്ന് പറഞ്ഞു. അതൊക്കെ പറയാത്താന്ന് പറഞ്ഞു. അതൊക്കെ എടുത്തു വെച്ചിട്ട് വാ നമുക്ക് വേറെ പണിയുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നികേഷും നിധി സംഭവിച്ചില്ല, വേറെ ഫോട്ടോസ് കാണണമെന്ന് പറഞ്ഞു. ഒടുവിൽ അതിനകത്തുനിന്നൊരു ഫോട്ടോ കിട്ടുവാണ്. നികേഷിനെ എടുത്തു പിടിച്ചുകൊണ്ട് ആ സ്ത്രീ നിൽക്കുന്നത്. അപ്പോഴേക്കും നികേഷ് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ, ഇവരെ കണ്ട ഒരു നോർത്ത് ഇന്ത്യ സ്റ്റൈലാണല്ലോ, ഒരു രാജസ്ഥാനിക്കാരോ അങ്ങനെയൊക്കെ പോലെ ഒരു സ്ഥലത്തെ സ്ത്രീയെ പോലെ ഉണ്ടല്ലോ, ഇവരെന്തിനാ എന്നെ എടുത്തു പിടിച്ചുകൊണ്ട് നിൽക്കണമെന്നൊക്കെ ചോദിച്ചു. ഒടുവിൽ സുഭാഷ് പറഞ്ഞു അതൊന്നും ഇല്ലടാ. സുധീഷ് പറഞ്ഞു എടാ ഒന്നുമില്ല ചിറ്റയല്ലേ അതുകൊണ്ടൊക്കെയാന്ന് പറഞ്ഞു. പക്ഷെ എനിക്കെന്തോ ഇവരങ്ങോട്ട് കണ്ടിട്ടൊരു തോന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നികേഷ്. ആ സമയത്ത് ഹരീഷിനാണെങ്കിൽ വല്ലാത്ത ടെൻഷനായി, സുധീഷിനും അതെ സുഭാഷിനും അതെ. ഒടുവിൽ നികേഷ് പറഞ്ഞു ഇതെന്താ ഇവരെന്നെ എടുത്തോണ്ടിരിക്കുന്നത്, എൻ്റെ അമ്മ എന്നെ എടുത്തോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ പോലും ഇല്ല, ഈ സ്ത്രീ എന്തിനാ എന്നെ എടുത്തോണ്ടിരിക്കണം എന്ന് ചോദിച്ചുകൊണ്ട് ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കുവാണ്. എന്നിട്ട് ഭാസ്കരനോട് വന്നു പറഞ്ഞു അച്ഛാ അതെന്താ നമ്മുടെ എല്ലാവരുടെയും കൂടെ ഫോട്ടോ ഇല്ലാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പറയണം, ഇവരെന്തിനാ ഈ സ്ത്രീ എന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ കാര്യം എന്താ, വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്താൽ പോരായിരുന്നോ, ഇനി ഇവരാണോ ഈ വീട്ടിലേക്ക് വന്നത്, ഏതൊരു നോർത്ത് ഇന്ത്യക്കാർ ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ അത് ഈ സ്ത്രീ ആയിരുന്നു എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഭാസ്കരനൊന്ന് ഞെട്ടി. നിങ്ങളുടെ ഏതൊരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവരിവിടുന്ന് പോകുകൊണ്ട് ഏതെന്നൊക്കെ നാട്ടുകാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അത് ഈ സ്ത്രീ ആയിരുന്നോ, ആ സ്ത്രീ എന്തിനാ എന്നെ എടുത്തുകൊണ്ട് നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ പറഞ്ഞു നിന്റെ അമ്മയല്ലാതെ പിന്നെ വേറെ ആരാ എടുക്കുന്നതെന്നൊരു ഒറ്റ ചോദ്യമായിരുന്നു. അത് കേട്ടപ്പം നികേഷ് ഞെട്ടിപ്പോയി. അപ്പോഴേക്കും
സുധീഷും സുഭാഷൊക്കെ പരസ്പരം നോക്കണം. ആ സമയം സുഭാഷ് പറഞ്ഞു, അച്ഛൻ എന്തൊക്കെയാ പറയണേ, അച്ഛനൊന്ന് പൊയ്ക്കേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നികേഷ് എന്താ എന്താ അച്ഛാ പറഞ്ഞെന്ന് ചോദിച്ചു. നിന്റെ അമ്മയാടാ അത്, നിന്റെ അമ്മ നിന്റെ അല്ലാതെ പിന്നെ എന്ന് പറഞ്ഞു. സുധീഷിന് സുഭാഷിനും ഒക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നികേഷിന് തലറങ്ങുന്ന പോലെ തോന്നി. നികേഷ് അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. നിധി അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്, കേട്ടൊന്നും വിശ്വസിക്കാൻ പറ്റാതെ. പിന്നീട് നികേഷ് എന്നിട്ട് സുഭാഷിനോട് ചോദിച്ചു, സത്യം പറ സുഭാഷ് ചേട്ടാ, എൻ്റെ അമ്മ സുഭാഷേൻ്റെ ഒക്കെ അമ്മ ഒന്നല്ലേ എന്നൊരു ചോദ്യമായിരുന്നു. അതിന് മറുപടി പറയാൻ പറ്റാതെ നിൽക്കുവാണ്. കാരണം അതല്ല, അങ്ങനെയല്ലായിരുന്നു സത്യം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. അങ്ങനെ നികേഷ് ആ വലിയ സത്യങ്ങൾ അറിയുവാണ്. തൻ്റെ സുധീഷേൻ്റെ ഒന്നും അമ്മയല്ലാന്ന്, രണ്ടുപേരും വേറെ വേറെയാന്നുള്ള കാര്യം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.